അഡ്വക്കേറ്റ് അരുൺകുമാറുണ്ട്. അരുൺകുമാർ, നേരത്തെ മുസ്ലിം ലീഗ് പ്രതിനിധി പറഞ്ഞതുപോലെ ഇതൊരു ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാമെന്ന് കരുതിക്കൊണ്ടുള്ള ഒരു തന്ത്രം മാത്രമാണോ? അത് തന്നെയാണ് മിഥുൻ പങ്കുവയ്ക്കുന്നത്. KP റോസമ്മ പറയുന്നത് ഇത് നാമമാത്രമായ വർധന മാത്രമാണ്, അവരത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ആശാവർക്കർമാരുടെ പ്രതികരണമാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും പറഞ്ഞത് ഇത് തിരഞ്ഞെടുപ്പ് കുതന്ത്രമാണ് എന്നാണ്. അങ്ങനെയാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ അതേ ശൈലി പിന്തുടരുന്നതിൻ്റെ തെളിവാണ് എന്നാണ്. ഈ വമ്പൻ പ്രഖ്യാപനങ്ങൾ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പിൽ വെച്ച് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും സംശയമുണ്ടാവില്ലേ അരുൺ? മിസ്റ്റർ അരുൺ, ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുമ്പോൾ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ ഇടപെടുമ്പോൾ സാധാരണമായി ഇലക്ഷൻ മാനിഫെസ്റ്റോ, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക. ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവർ അധികാരത്തിൽ വന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് അതിൻ്റെ ഒരു താരതമ്യ പഠനത്തിലാണ് ഈ ക്യാൻവാസ് ചെയ്യുന്നത്, വോട്ട് ക്യാൻവാസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു രാഷ്ട്രീയമില്ലാത്ത നിരവധി ആളുകളും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടുന്നുണ്ട്. ഞങ്ങൾ 2016 സമയത്ത് 14 ജില്ലയിലും സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സഞ്ചരിച്ച് ജനങ്ങളോട് ചോദിച്ചു, ഒരു നവകേരളം നിർമ്മിക്കാൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അവർ ചൂണ്ടിക്കാണിച്ച എഴുതി കൊടുത്ത കാര്യങ്ങൾ കൂട്ടിയോജിപ്പിച്ചാണ് 600 കാര്യങ്ങൾ അടങ്ങുന്ന പ്രകടന പത്രിക ഇറക്കിയത്. താങ്കൾക്കറിയാം, ആദ്യം നിപ വൈറസ്, ഓക്കി ദുരന്തം, നൂറ്റാണ്ടിലെ മഹാപ്രളയം, 2019 പ്രളയം, കോവിഡ് 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം, നിരവധി പ്രകൃതി ദുരന്തങ്ങൾ ആ 5 വർഷം വേട്ടയാടി. മറുഭാഗത്ത് CBI, NIA, ED, കസ്റ്റംസ്, ആദായ നികുതി വകുപ്പ്, കേന്ദ്ര അന്വേഷണ ഏജൻസി തലങ്ങും വിലങ്ങും ഈ വികസന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാതെ നോക്കി. പക്ഷേ അതിൽ 600ൽ 580 കാര്യങ്ങളും ഓരോ വർഷവും നടപ്പാക്കി പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനങ്ങളെ അറിയിച്ചു. ആ അറിയിച്ചതിന്റെ ഭാഗമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്തൊക്കെയാണ് LDF പറഞ്ഞത്, എന്തൊക്കെയാണ് LDF ചെയ്തത്. അത് ജനങ്ങൾ വിലയിരുത്തി. ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങൾ 91 സീറ്റിൽ നിന്ന് 99ആയി മാറി, 42% വോട്ടിൽ നിന്ന് 45.3% വോട്ടായി മാറി. 2021 മുതൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. കോവിഡിന്റെ വലിയ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ആ 900 കാര്യങ്ങളിൽ ഭൂരിഭാഗം കാര്യങ്ങളും നടപ്പാക്കി മുന്നോട്ട് പോകുകയാണ്. ഈ ഇന്നലെ പ്രഖ്യാപിച്ച കാര്യങ്ങളൊന്നും ഒരു ഇലക്ഷൻ നമ്പറുമല്ല. ഈ LDFന്റെ പ്രകടന പത്രിക കഴിഞ്ഞ വർഷം ഞങ്ങൾ പുറത്തിറക്കിയ ഈ LDF പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടതാണ്. 10 കാര്യങ്ങൾ ഞങ്ങൾ പ്രഖ്യാപിച്ചു. ഉറപ്പാണ് ആരോഗ്യം, ഉറപ്പാണ് മികച്ച വിദ്യാഭ്യാസം, ഉറപ്പാണ് ജനക്ഷേമം, ഉറപ്പാണ് വികസനം, ഉറപ്പാണ് കരുതലുള്ള ഭരണം, ഉറപ്പാണ് പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത, ഉറപ്പാണ് ആരോഗ്യ സുരക്ഷ, ഉറപ്പാണ് പാർപ്പിടം, ഉറപ്പാണ് പവർക്കെട്ട് രഹിത കേരളം, ഉറപ്പാണ് കായികമായിട്ടുള്ള പുരോഗതി. ഈ 10 കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിന്റെ ഭാഗമായി ചരിത്രപരമായ തീരുമാനം ഞങ്ങൾ എടുക്കുക. ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം നടപ്പാക്കാൻ ആ ഭരണകാലം 5 വർഷത്തിനിടയിൽ നടപ്പാക്കിയാൽ മതി. ഇപ്പോൾ 4.5 വർഷമേ ആയുള്ളൂ. ഇനിയും 6 മാസം മുന്നോട്ടുണ്ട്. ആ സമയത്താണ് അതിലേക്കാ വരുന്നത്. ചരിത്രപരമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ ചില സമയമൊക്കെ വരും. വീട്ടമ്മമാർക്ക് പെൻഷൻ, അങ്ങ് ഇവിടെ ആദ്യം സൂചിപ്പിച്ചല്ലോ, 62 ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ, 32 ലക്ഷം പേർക്ക് വീട്ടമ്മമാർക്ക് പെൻഷൻ, 5 ലക്ഷം പേർക്ക് യുവജനങ്ങൾക്ക് തൊഴിൽ അന്വേഷിക്കുന്ന വർക്ക് ടു കണക്ട് പെൻഷൻ. അതായത് കേരളത്തിൽ 18 വയസ്സിന് മുകളിലുള്ള ആകെ 2.5 കോടി ജനങ്ങളെ ഉള്ളൂ. 3.5 കോടി ജനങ്ങളിൽ 1 കോടി 18 വയസ്സ് താഴെയുള്ള, അപ്പൊ 2.5 കോടി ജനങ്ങളിൽ 1 കോടി 5 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനമായിട്ട് ഈ സംസ്ഥാനം മാറി. അങ്ങനെ പെൻഷൻ കൊടുക്കുമ്പോഴും പശ്ചാത്തല വികസന രംഗത്ത് ഒരു കുറവുമില്ല. അതുപോലെ വികസന അജണ്ടയിൽ ഒരു കുറവുമില്ല. എന്താണോ പ്രകടന പത്രികയിൽ പറഞ്ഞത് അത് കൃത്യമായി നടപ്പാക്കി ജനങ്ങളുടെ അടുത്തേക്ക് പ്രോഗ്രസ് റിപ്പോർട്ട്, ചരിത്രത്തിൽ ആദ്യമായി കുട്ടികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അല്ലാതെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഗവൺമെന്റിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്നൊരു ആശയം കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? അത് കൃത്യമായി ഇന്നത് പൂർത്തീകരിച്ചു, ഇന്നത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു, ഇന്നത് ഞങ്ങൾക്ക് ഇനിയും പെൻഡിംഗ് ഉണ്ട് എന്ന് അവതരിപ്പിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പ് നൽകിയാണ്, ഇത് സാമ്പിൾ വെടിക്കെട്ടാണ്. ഇനിയുണ്ട് 6 മാസം. ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് ഒരു വിജ്ഞാന കേരളമായി, ഒരു നവകേരളമായി ഈ കേരളത്തെ സൃഷ്ടിച്ച് കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഇത് അടുത്ത ഗവൺമെന്റ് കൊടുക്കട്ടെ എന്നല്ല, ഈ ഗവൺമെന്റ് തന്നെ കൊടുക്കും. അതായത് അടുത്ത ഗവൺമെന്റും ഈ ഗവൺമെന്റ് തന്നെയാ. കാരണം ഭരണ തുടർച്ചയുടെ നേട്ടങ്ങൾ ഏറ്റവും ഭംഗിയായി നടപ്പാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ലോകത്ത് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കേരളത്തിൽ, ലോകത്ത് എവിടെയും കിട്ടുന്ന ജോലി കേരളത്തിൽ നിന്ന് ചെയ്യാൻ മാനവവിഭവ സൂചിക, സുസ്ഥിര വികസന സൂചിക, ഈ 2 സൂചികയിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് ഡൽഹിക്ക് വിളിച്ച് നിരന്തരമായിട്ട് അവാർഡ് തരുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ ചോദ്യം എന്താണ്? ഈ പണം എവിടെന്ന്? നമുക്കറിയാം, കടം, കേരളത്തിൽ വലിയ കടം, ശ്രീലങ്കയാകാൻ പോകുന്നു കേരളം എന്നല്ലേ നമ്മളെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് 1 മാസം മുമ്പ് വരെ. ഈ രാജ്യത്ത് കടം ഉള്ള സംസ്ഥാനങ്ങളുടെ പട്ടിക എടുത്താൽ ആദ്യത്തെ 15 സംസ്ഥാനത്തിൽ കേരളം ഇല്ല എന്ന് കൃത്യമായി CAG റിപ്പോർട്ട് വന്നില്ലേ?
ഈ മാധ്യമങ്ങൾ ഇടതുപക്ഷത്തെ വിമർശിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ വരെ ആ വാർത്ത കൊടുക്കേണ്ടി വന്നില്ലേ? ആദ്യത്തെ 15 സംസ്ഥാനത്തിൽ കേരളമില്ല എന്ന് എങ്ങനെ സാധിച്ചു? പ്രയോറിറ്റിയിൽ മാറ്റം വരുത്തി, കൃത്യമായിട്ട് നികുതി പിരിവ് ഊർജിതമാക്കി, അതുപോലെ നിരവധി കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും എല്ലാം നടത്തിയ ഇടപെടലുകൾ, ടൂറിസം രംഗത്ത് വന്ന കുതിപ്പ്, കേന്ദ്രത്തിന്റെ ഒരു എക്സ്ട്രാ സഹായവും നമുക്ക് കിട്ടിയില്ല. ചൂരൽമല, മുണ്ടക്കൈ അടക്കം നമ്മുടെ മുന്നിലുണ്ട്. പ്രകൃതി ദുരന്തങ്ങളിൽ പോലും കേരളത്തെ അവഗണിച്ചു. പക്ഷേ ഈ കേരളം സ്വയം പര്യാപ്തതയോടെ, കടമുണ്ട് പക്ഷേ അതിനനുസരിച്ച് 3 ഇരട്ടി സമ്പത്തുണ്ട്. ഏത് കടവും വീട്ടാൻ ഭാഗത്തുള്ള ശേഷിയുണ്ട്. കടത്തിന്റെ വലിപ്പം കൂടുന്നുണ്ടെങ്കിൽ സമ്പത്തിന്റെ ഇരട്ടം അതിന്റെ 3 ഇരട്ടിയായിട്ടാണ് കൂടുന്നത്. അതുകൊണ്ട് ഒരു സ്വയം പര്യാപ്ത സംസ്ഥാനമായി കേരളം മാറുമ്പോൾ ഇത്തരത്തിൽ പ്രഖ്യാപനം വരുമ്പോൾ ആദ്യം എന്താണ് ബഹുമാനപ്പെട്ട നമ്മുടെ UDF-ന്റെ കൺവീനർ പറഞ്ഞത്? പ്രകടന പത്രികയിൽ പറഞ്ഞു എന്ന് വെച്ച് ശുദ്ധ മര്യാദകേട് കാണിക്കരുത് എന്നാ പറഞ്ഞേ. പണ്ട് നമുക്കറിയാം BJP-യുടെ നേതാവ് ശ്രീധരൻപിള്ള പറഞ്ഞ ഒരു വാചകമുണ്ട്, പ്രകടന പത്രികയിൽ പലതും പറയും, അതൊക്കെ നടപ്പാക്കാനുള്ളതാണോ എന്നത്. അതുപോലെ KPCC പ്രസിഡന്റ് പറയും ഇത് കുതന്ത്രമാണ്. ഇതൊന്നും ഒരു കുതന്ത്രമല്ല. ശ്രീ ഷാഫി ചാലിയം വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് നോക്കണം, ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം LDF-ന്റെ പ്രകടന പത്രിക. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? ആ 900 കാര്യങ്ങൾ ഞങ്ങൾ എത്ര നടപ്പാക്കി, ഇനി എത്ര പെൻഡിംഗ് ഉണ്ടെന്ന് പരിശോധിച്ചാൽ അങ്ങ് വരെ ഞെട്ടിപ്പോകും. കാരണം ചരിത്രം സൃഷ്ടിച്ച് ഈ ഗവൺമെന്റ് മുന്നേറുകയാണ്. ഇനിയും വലിയ വലിയ പ്രഖ്യാപനങ്ങളും ഇടപെടലും വരാൻ പോകുകയാണ്. അങ്ങനെ വികസന മുന്നേറ്റത്തിന്റെ ഒരു തേരോട്ടം നമ്മുടെ നാട്ടിൽ കാണുന്നു. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ആശാ വർക്കേഴ്സിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, ഒരു ഘട്ടത്തിലും CITU പറഞ്ഞിട്ടില്ല സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് പണം കൊടുക്കരുത്, ഹോണറേറിയം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഒരു കാരണവശാലും നിങ്ങളുടെ ഇഷ്യൂ അഡ്രസ് ചെയ്യില്ലെന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇതൊരു കേന്ദ്ര സ്കീമാണ്. നിങ്ങളെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം. ആ തൊഴിലാളിയായിട്ട് അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ വരൂ. അതുകൊണ്ട് കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇവിടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആശാ വർക്കേഴ്സിന്റെ കൃത്യമായിട്ടുള്ള ആവശ്യം തന്നെയാണ് പരിഗണിക്കപ്പെട്ടത്. ഇതുകൊണ്ട് പൂർണ്ണമായി എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇവിടെ പറഞ്ഞല്ലോ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന, അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. നിങ്ങൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് മറ്റു ജോലിയും ചെയ്യാം. 16 ദിവസം വന്നാൽ മതി, അറ്റൻഡൻസ് ഇല്ല, അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇല്ല. അത്തരം സാഹചര്യങ്ങളിലും ഈ ഗവൺമെന്റ് വരുമ്പോൾ വെറും 1000 രൂപയായിരുന്നു ഹോണറേറിയം. ആ ഹോണറേറിയമാണ് കൃത്യമായി ഇപ്പോൾ 8000 രൂപയായിട്ട് വർദ്ധിച്ചത്. ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ തന്നെ 7000 രൂപ വർദ്ധിച്ചില്ലേ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞത് അത് ചോദിക്കല്ലേ. നിങ്ങളുടെ വർക്കിലോടും ബുദ്ധിമുട്ടും എല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട സൗകര്യം തരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇനിയുണ്ട് 6 മാസം കാത്തിരിക്കുക. കൃത്യമായി എല്ലാ വിഭാഗം ആളുകളെയും അഡ്രസ് ചെയ്യും. അതിൽ എല്ലാ തരത്തിലുള്ള സ്കീം വർക്കേഴ്സും അതിൽ പെടും. ഒരു തരത്തിലും പ്രകടന പത്രികയിൽ പറഞ്ഞിട്ട് അത് ചെയ്തില്ല എന്ന് നിങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യമില്ല. നമ്മുടെ ആശുപത്രികളിലേക്ക് പോയാൽ അവിടെ ശസ്ത്രക്രിയോപകരണങ്ങൾ പോലും വിതരണക്കാർ തിരിച്ചു വാങ്ങുന്ന അവസ്ഥയിലുണ്ട്. നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ കർഷകരാകെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. ഈ നിമിഷം പോലും നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. അതാണ് ഷാഫി നേരത്തെ ചൂണ്ടിക്കാണിച്ച ഭരണവിരുദ്ധ വികാരത്തിന്റെ കാര്യം. ഞാൻ PMC-യിലേക്ക് പോകുന്നില്ല, അതിപ്പോൾ സെറ്റിലായ ഒരു വിഷയമാണ്. പക്ഷെ അത് സൃഷ്ടിച്ച അലയൂലികൾ നമ്മുടെ മുന്നിലുണ്ട്. ഒറ്റ വിഷയം, ഈ ഏറ്റവും വലിയ കടമുള്ള സംസ്ഥാനമെന്ന് എല്ലാവരും വലിയ സന്തോഷത്തോടെ കൊട്ടിഘോഷിച്ച സംസ്ഥാനം കടത്തിന്റെ തോതിൽ 15 സംസ്ഥാനങ്ങളിൽ പെടാതെ വന്നത് എങ്ങനെ? ഈ സമയത്ത് കേന്ദ്ര സ്കീം അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും നമുക്ക് തന്നോ? നമുക്കറിയാം വിവിധ സ്കീം, വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും മറ്റു മേഖലകളിലെല്ലാം പല നിബന്ധനകൾ വെച്ച് നമുക്ക് തരാതെ അത് പിടിച്ചു വെക്കുന്ന സമീപനം സ്വീകരിച്ചു. ഇപ്പൊ 7 മാസം പെൻഷൻ കുടിശ്ശിക വന്നു. എങ്ങനെയാ വന്നത്? പെൻഷൻ കമ്പനികളുടെ പ്രവർത്തനത്തെ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ 2016 മുതൽ കൊടുത്ത പെൻഷൻ കേരളത്തിന്റെ കടമെടുപ്പ് തോതിൽ പെടുത്തി. കിഫ്ബി ദേശീയപാതയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ രൂപത്തിൽ തന്നെയല്ലേ? കിഫ്ബിയുടെ പ്രവർത്തനം മാത്രം പ്രത്യേക നിബന്ധനയിൽ കൊണ്ടുവന്നു. ഇത്തരത്തിലുള്ള എല്ലാ അവഗണനകളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴും നമ്മളെ എല്ലാ വിഭാഗം ആളുകളെയും അഡ്രസ് ചെയ്യാം. 13,000 കോടി രൂപയുടെ അധിക ചെലവാണ് വരാൻ പോകുന്നത് എന്ന് സർക്കാർ പറയുന്നുണ്ട്, മുഖ്യമന്ത്രി പറയുന്നുണ്ട്. നമുക്കറിയാവുന്നിടത്തോളം ഇനി മറ്റു കേന്ദ്ര പദ്ധതികളൊന്നും വരാനില്ല. അതാണെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത്. ഇതെങ്ങനെ, എവിടെ നിന്ന്, ഏത് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ എടുക്കും? നമ്മുടെ കയ്യിൽ എങ്ങനെ വരുമാനം ഇത്രയധികം? ഒരു മിനിറ്റ്. ഈ കഴിഞ്ഞ ഓണത്തിന്റെ കാലത്ത് എന്തൊക്കെയായിരുന്നു ഇവിടെ പ്രചരിപ്പിച്ചത്? അങ്ങേക്ക് ഓർമ്മയില്ലേ? ട്രഷറി അടച്ചുപൂട്ടും, സപ്ലൈകോ എന്നേക്കുമായിട്ട് പൂട്ടും, പെൻഷൻ വിതരണം നടക്കില്ല, കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എന്ന അക്ഷരം അച്ചടിച്ചു വാർത്തയാക്കി വച്ച മാധ്യമങ്ങളുണ്ട് ഇവിടെ. 21,000 കോടി രൂപയാണ് ഓണാഘോഷം വിപുലമാക്കാൻ, സൂപ്പറാക്കി മാറ്റാൻ ഗവൺമെന്റ് മാറ്റിവെച്ചത്. ഈ സപ്ലൈകോയുടെ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറവൂര് പ്രസംഗിച്ചത് ഇത്രയും നിറഞ്ഞു കവിഞ്ഞ സപ്ലൈകോ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന.
പിറ്റേ ദിവസം നിയമസഭയിൽ പോയി നുണ പറഞ്ഞു, ഞാൻ വിളക്ക് കത്തിച്ചേ ഉള്ളൂ, ഞാൻ പ്രസംഗിച്ചില്ല എന്ന് നുണ പറഞ്ഞപ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മയില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇതൊക്കെ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. കാരണം 1 പ്രയോറിറ്റിയിൽ മാറ്റം വരുത്തി, 2 നികുതി പിരിവ് ഊർജിതമാക്കി, 3 കാർഷിക വ്യവസായ രംഗത്ത് വലിയ വിപ്ലവം, വലിയ മുന്നേറ്റം, ടൂറിസം രംഗത്ത് മുന്നേറ്റം. കേരളം സ്വയം പര്യാപ്തതയായി മാറുകയാണ് മിസ്റ്റർ. അതായത് ഈ രാജ്യത്ത് നിന്ന് ഒരു അഡീഷണൽ ആനുകൂല്യമില്ല, ഉള്ളത് പിടിച്ചു വയ്ക്കുന്നു, ഉള്ളത് നിഷേധിക്കുന്നു, അഡീഷണൽ നിബന്ധനകൾ കൊണ്ടുവരുന്നു. ആ സമയത്തും കടമെടുപ്പിൽ നമ്മൾ കടത്തിന്റെ കാര്യത്തിൽ 15 സംസ്ഥാനങ്ങളിൽ പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ അതിൽ സ്വയം പര്യാപ്തമായി എന്ന് അംഗീകരിക്കുന്നതിൽ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? എന്നുള്ളത് കണക്കുകൾ പ്രകാരം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, അതവിടെ നിൽക്കുന്നു, അത് വാസ്തവമാണ്. ഞാൻ അങ്ങ് Debate with Dr. Arun Kumar.